Is it true? Is it true? Yeah, yeah. 너무 아름다워 두려워. ഹലോ, എന്നാടി? അമ്മേ, പറയടാ. അതില്ലേ, അവിടെ ആരേലും വന്നായിരുന്നോ? ആര് വരാൻ? അത് ക്ഷണിക്കപ്പെടാത്തൊരതിഥി. எனக்கு எப்போ ஓகே சொல்லுவ? അമ്മു, ഡി എന്നാ അവിടെ ഉണ്ടല്ലേ? എന്റെ മാതാവി, പിശാചിനെ കൊണ്ട് ഫോൺ കൊടുക്ക്. ഡാ, പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്. എടാ എടാ മകനെ, തിരിച്ചു വാടാ മോനെ. വന്ന കാര്യം കഴിഞ്ഞിട്ട് വരാം. 30 minutes. കൊച്ചു, ഡാ പരനാറി, അതിനെ വെറുതെ വിടടാ. എന്റെ മുത്തല്ലേ കളപ്പന്നി, വാടാ. ഇല്ല. ഇവ എന്നാ? ഹേയ്, ടെൻഷനാവണ്ട കൊച്ചു. എന്തെടുക്കുക? ആരോടാ സംസാരം? ഇവ ഞാനാ അന്ന. ഹായ്, ആന്റിക്ക് സുഖല്ലേ? ഇവ ഇതൊക്കെ മാറ്റി വെച്ച് പോയി കിടക്ക്. പുറത്ത് പട്ടി നിർത്താതെ കുരയ്ക്കുന്നുണ്ട്. കോമ്പൗണ്ടിൽ ആരോ കേറിയ പോലെ. ജനലും ബാൽക്കണി ഡോറൊക്കെ അടയ്ക്കണം കേട്ടോ. പോയി കിടക്ക്. എന്റെ അമ്മു, നീ ഇങ്ങനെ പേടിച്ച് നിക്കല്ലേ, ഡൗട്ട് അടിക്കും. അന്ന, ഇവിടുന്ന് പോവാൻ പറയും. എനിക്ക് പേടിയാ. എന്തിനിപ്പോ വന്നേ? നിന്നെ കാണാൻ. ദേ കൊച്ചു, ഇത് കൈവിട്ട കളിയാ. നീ വരുന്നുണ്ടോ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ പോയി അമ്മച്ചോട് പറയും. പോയി കിടന്നുറങ്ങടി. നിന്റെ മോളെ ഞാനൊന്നും ചെയ്യൂല. ബൈ. അല്ലേലും ആ പരനാറിക്ക് നല്ല ഉന്നവ. നമ്മുടെ രണ്ടുപേരുടെയും തല ഒരുപോലെ പൊളിച്ചു തന്നില്ലേ? വേദനയുണ്ടോ? ഇവ ഇല്ല. കുറച്ച്. പ്ലീസ് പോ. പോവാ അവന്റെ അടുത്തോട്ട്. എന്റെ പെണ്ണിനെ വേദനിപ്പിച്ച് ചോദിക്കാതെ എങ്ങനാ? എന്തിന്? വേണ്ട. വേണം. ബൈ. നിക്ക് പ്ലീസ്. അപ്പൊ പോവണ്ടേ? ഇച്ചായനോട് വഴക്കിന് പോയല്ലേ? പാവ എന്റെ ഇച്ചായൻ. ആ ദേഷ്യത്തിൽ പെട്ടത് അറിയാതെ പറ്റിയതാ. ഇച്ചായനോട് വഴക്കിന് പോയല്ലേ? പാവ എന്റെ ഇച്ചായൻ. ആ ദേഷ്യത്തിൽ പെട്ടെന്ന്. അവൻ പാവം. അപ്പോ ഞാനോ വില്ലനാണോ? അല്ല. ദെൻ
എന്നെ ഇഷ്ടമാണോ? യു ആർ മൈൻ. നോ. ഞാൻ വെയിറ്റ് ചെയ്തോളാം. വേണ്ട. അത് ഞാൻ തീരുമാനിച്ചോളാം. ഇവ ഈ പെണ്ണുമ്പിള കുറക്കും. അല്ലേ? ഇവ ഉറങ്ങിയായിരുന്നോ നീ? സോറി. ഇറ്റ്സ് ഓക്കെ. ഐ ലൈക്ക് ഇറ്റ്. ഇങ്ങനെ നിന്ന് പെടക്കണ്ട. നിനക്ക് മുറിവ് പറ്റിയെന്നറിഞ്ഞപ്പോ കണ്ടില്ലേ ചത്തുപോന്ന് തോന്നി. അതാ കേറി വന്നേ. ഞാൻ പൊക്കോളും. ടേക്ക് കെയർ. അതെ, ഒരു യെസ് പറയാൻ തോന്നണ്ടേ? പെട്ടെന്ന് പറഞ്ഞോ. നോ. ഐ നോ. ഐ ലവ് യു. ബൈ. ബൈ. മതിയുടെ പോയെ ഇങ്ങനെ അതിന്റെ ചോരി വെച്ചല്ലേ. ഇവിടെ ഉണ്ടായിരുന്നോ? ഐ ഡു എക്സ്പെക്ട്. ഡാ കുട്ടാപ്പി, എന്നെ നീ മുറുക്ക പിടിച്ചോ. ഈ പന്നീനെ ഞാൻ വല്ലതും ചെയ്യും. എന്തടി കാളി നിന്ന് തിളക്കുന്നു? നിന്നെ ഞാൻ. കുഞ്ഞി ഇവിടുന്ന് പോവാം. എന്നീ ചാവാൻ ബാക്കി. കൊച്ചു വണ്ടി എടുക്ക്. നീ പാ വീട്ടിലോട്ട്. ഇന്ന് നീ തീരുവടാ. പോടി. കർത്താവേ, തീരുമാനായി. അയ്യോ, അതവിടെ പോയി. ഷോ, കാണുന്നില്ലല്ലോ. എന്താ അത്? തോപ്പടി. ഓ മൈ ഗോഡ്, ഏടെ പോയി അത്? ഇരുട്ടത്ത് കാണാനും വയ്യ. എങ്ങോട്ട് പോയോ എന്തോ. അല്ലേടാ കുട്ടാപ്പി? കൊച്ചു, ആ കൊക്കക്കാല് കുറച്ചങ്ങോട്ട് മാറ്റി ഞാൻ നോക്കട്ടെ. എണീറ്റ് പോടി. നിജ. അല്ല, ഇതാരിത്? റെനിച്ചായന സുഖല്ലയോ? കൊറേ കാലായല്ലോ കണ്ടിട്ട്. ഹാ, നമ്മളെന്നാ ഇവിടാന്നല്ലേ? അതില്ലയോ റെനിച്ചായ, നമ്മളെ ഈ കൊച്ച് പോയി പോയി. വേണ്ടെങ്കി വേണ്ട. വാ പോവാ. ഒരൊറ്റ തന്നാലുണ്ടല്ലോ. ഇതല്ല എന്തിനാ എന്റെ തലയില്? എന്റെ കർത്താവേ, വണ്ടി എടുക്കണം. വണ്ടി കയറടി. ഓ മൈ ഗോഡ്, കുട്ടാപ്പി ഒരു കലിപ്പൻ തന്നെ. നീല്ലടാ രണ്ടും. എന്തേ? ഇങ്ങോട്ട് കേറി പോന്ന്. പമ്മി പമ്മി എന്റെ ഒപ്പരം വാ. ഐ സ്മെൽ സംതിങ്. ഇവക്ക് ഭ്രാന്താടാ. നിന്റെ അത്രയില്ല. മെല്ലെ. ഞാൻ ഫസ്റ്റ് പോവാം. ക്യൂ ആയിട്ട് വയ്യേ വാ. ഓക്കെ, ഫോളോ മീ. ഇവളെ ചാളാക്കും. സെറ്റ്. ഫസ്റ്റ് ലെവൽ പാസ്റ്റ്. മെല്ലെ 1 2 3 വെച്ച് നടക്കും. 1 2. ഹായ്, കരണ്ട് വന്നു. അതിനെപ്പാടി കരണ്ട് പോയത്? ആരും കണ്ടില്ല. എന്തോന്ന്? ഞാൻ പോകും. ഗുഡ് നൈറ്റ്. കൊച്ചു, എന്റെ പൊന്നമ്മച്ചി, വെറുതെ ഉപദേശിച്ച സമയം കളയണ്ട. ഞാൻ നന്നാവേല. ഗുഡ് നൈറ്റ്. ഇങ്ങനൊക്കെ പറ്റൂ? എന്നാ ഞാനും അടിച്ച് കാലിന്റെ ചിരട്ട പൊളിക്കും ഞാൻ. അമ്മച്ചിക്ക് പാർഷ്യാലിറ്റി ആണ് കുട്ടാപ്പി. ഫെബി,
അവൻ ആദ്യം മതില് ചാടാൻ ഇറങ്ങിപ്പോയി. അപ്പൊ ഇവളെന്നെ വിളിച്ചു. ഞാൻ ഇങ്ങ് വന്നു. ഇവളെ കൂട്ടി ഞാൻ പോയി. എന്നിട്ട് അവനെയും കൂട്ടി ഞങ്ങൾ ഇങ്ങ് വന്നു. കഴിഞ്ഞു, കലാസ്. എനിക്ക് വയ്യ. ഒരു പായം തലയിൽ നിന്ന് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടന്നുറങ്ങിക്കോളാം. കൊള്ളാം. എത്ര പെട്ടെന്നാ ഒരു വീടിന്റെ മതില് ചാടിയ കഥ നോർമലൈസ് ചെയ്തത്. അവൻ പോയത് ആ പെങ്കൊച്ചിന്റെ അടുത്തോട്ടാ. അതിന്റെ അവസ്ഥ എന്താന്ന് ആലോചിക്കുന്നുണ്ടോ അവൻ? ആരെങ്കിലും കണ്ടിരുന്നേൽ എന്തായേനാ? അപ്പച്ചൻ എന്നാ അവനെ ഒന്നും പറയാത്തെ? അപ്പച്ച വീണ്ടരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവന്റെ എല്ലാ തല്ലോളിത്തരത്തിനും കൂട്ടു നിക്കല്ലേന്ന്. അപ്പ അവൻ എനിക്ക് പേടിയാവുന്നു കുഞ്ഞി. ഇവയോട് അവൻ കാണിക്കുന്ന ഈ ഭ്രാന്ത്, അത് അവളെ കരയിക്കും കുഞ്ഞി. അവളെ സ്നേഹിക്കാൻ അവൻ ആരുടെ അനുവാദം വേണ്ട. പക്ഷെ അവളോട് കാണിക്കുന്ന ഈ ഓവർ ഫ്രീഡം, അത് ഞാൻ നിർത്തും. ഓരോ ദിവസം ഒരുക്കി ജീവിക്കുവാ ഞാൻ അവനെ കുറിച്ച് ചിന്തിച്ച്. എനിക്ക് അവനെ നഷ്ടപ്പെടുത്താൻ വയ്യ ഫവി. എന്തുവാ അറിയാമോ, അമ്മച്ചിയുടെ കൊച്ചുവല്ലേ അത്. ഇങ്ങനെ പേടിക്കല്ലേ. അപ്പനും അമ്മച്ചിയും പറയുന്നിടത്ത് അവൻ നിൽക്കും. ഞാനല്ലേ പറയുന്നേ. ഒരു സൈഡിലടി, ഒരു സൈഡിൽ ആ കൊച്ചിനോടുള്ള പ്രാന്ത്. ഇവൻ എന്നാ ഇങ്ങനെ? ക്രിസ്റ്റി വന്ന് നിങ്ങൾ പോയെന്ന് പറഞ്ഞപ്പോ പോയതാ എന്റെ സമാധാനം. പാട്ടി എന്തടി? നിന്നല്ല അവനാ പാട്ടിച്ചായ. നാളെ ഇതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. പോയി കിടക്കല്ലാരും. കുഞ്ഞി എന്നതാടി? നമ്മൾ എന്നാടാ ചെയ്യാ? കൊച്ചു ഇങ്ങനൊക്കെ കാണിച്ച അവൻ അവളെ കിട്ടിയില്ലേ എന്റെ കൊച്ചു എങ്ങനാ? ഇപ്പൊ എനക്ക് ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട് ഇച്ചാ. പേടിക്കണ്ട പെണ്ണെ, നമുക്ക് നോക്കാം. എന്റെ കുഞ്ഞിക്ക് ഞാനില്ലേ, നമുക്ക് സെറ്റാക്കാം. ഐഡിയ കൂടെ ചിന്തിക്കട്ടെ. വാ, ഇപ്പൊ കടന്നോളാം. നാറി കിടന്നുറങ്ങ നോക്ക്. വാന്ന് കിടക്കൂ ഇരിപ്പേ. അനമോ ഓ ഹാര പാര. ക്രിസ്റ്റഫർ തോമസ്. നാളെ അവൻ മനസമാധാനത്തോടെ ഉറങ്ങിണീക്കണ്ട. ഓക്കെ ബോസ്. ഇതില് ഞാനില്ല. ഈ ഗർഭത്തിൽ എനിക്ക് പങ്കില്ല. ഞാൻ ചുമര് നോക്കി കിടന്നോളാം. കുഞ്ഞി ഓ ഉറങ്ങണം. നാളെ ഈ വീട് ഈ ചേച്ചിന്റെ അലറല് കേട്ടോണ്ടായിരിക്കും ഉണരുന്നത്. എന്റെ പൊന്നെ ജെസി, ഞാനൊന്ന് പറയട്ടെ. നീ ഇനിയൊന്നും പറയണ്ട. തനിക്ക് ഞാൻ കൂടെ വരുന്നത് ഇഷ്ടല്ല. തന്റെ പിയ ഉണ്ടല്ലോ, അവളെ കൂട്ടി പൊക്കും. ഞാൻ ശല്യം ചെയ്യാൻ വരുന്നില്ല. പോരെ. ഡീ ഞാൻ എന്നതാ ചേച്ചി പ്രശ്നം? നിന്റെ ഇച്ഛായന് ഇപ്പൊ എന്നെ വേണ്ടടാ മോനെ. അയാളുടെ അമേരിക്കൻ ബിസിനസ് മീറ്റിൽ ഞാൻ വരണില്ല, ലീവിലാന്ന് 100 തവണ പറഞ്ഞതാ. എന്നിട്ട് നിർബന്ധിച്ച് ലീവ് എടുത്തപ്പോ എന്റെ ടിക്കറ്റ് ക്യാൻസൽ ആയെന്ന്. എനിക്കറിയാം ഇയാളത് മനഃപൂർവ്വം ചെയ്തതാ. പാവം എന്റെ ചേച്ചി അല്ലേടാ കൊച്ചു. ഈ ചേച്ചി ട്രിപ്പ് പോകുമ്പോ കൊണ്ടുപോകാൻ വാങ്ങിയ മാറ്റിന്റെ ലിപ്സ്റ്റിക് എന്റെ റൂമിൽ ഇരിക്കുക. ഞാൻ കൊണ്ടുവരാവേ. ഇനി അതെന്തിനാ എനിക്കൊന്നും വേണ്ട. നീ തന്നെ എടുത്തോ. ഞാൻ പോവാ എന്റെ വീട്ടിൽ. സന്തോഷായില്ലേ? കോളം കുത്തിയോള് പറ്റിയാതൊക്കെ കിടന്ന് ഉറങ്ങിയാ മതിയായിരുന്നു. അപ്പോ ഇച്ചായൻ അറിയാലേ ഇത് ഇവരുടെ പണിയാണെന്ന്? പിന്നല്ലാണ്ട് ഞാൻ വേറെ എന്തൊക്കെയോ അങ്ങടാ പ്രതീക്ഷിച്ച്. ഇനി എന്തിനാടോ താൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ആ പന്നിയുടെ ഫോണിലാന്ന് ഞാൻ മറന്നു പോയടാ. അനുഭവിക്കും. എന്റെ മുത്തപ്പ, ഈ ജോച്ചായൻ ഒറ്റക്ക് അമ്മുന്റെ വീട്ടിൽ കയറിയ? അല്ല, രണ്ടാളെ വൈക്കുന്ന കൂട്ടീനി ഇവനിത്. ഇവ കൊച്ചേ പേടിച്ചു പോയോ ഇന്നലെ കൊച്ചുവിനെ കണ്ടപ്പോ? പോവാൻ പറഞ്ഞപ്പോ അതിന് കൂട്ടാക്കിയില്ല.
മമ്മി വന്നപ്പോ ഞാൻ പേടിച്ചു പോയി. എടാ ഇച്ചായൻ പറയുന്നേ എന്റെ മോള് കേക്കോ? പറയിച്ചായ. കുറച്ച് പ്രതികരിക്കടാ, കുറച്ച് ബോൾഡാവ്. റിന്നെ ആയാലും കൊച്ചുവിനെ ആയാലും നീ പേടിക്കണ്ട, അവര് നിന്നെ ഒന്നും ചെയ്യല്ല അമ്മു. ഞാൻ ഇവ കൊച്ചു നിന്നോട് ഇഷ്ടാന്ന് പറയുമ്പോ നീ എന്താ പറയാറ്? അല്ല അല്ലാന്ന് തന്നെയാ ഞാൻ പറയാറ്. അപ്പോ അവന് ഇഷ്ടല്ലേ? കാരണം എന്റെ ഇച്ചായനെ അടിക്കും, വേദനിപ്പിക്കും. എനിക്ക് ഇഷ്ടമല്ല. എന്റെ ഇച്ചായന് എന്തോരം നോവും. കൊച്ചു മാത്രമല്ലല്ലോ, റെനിയും അവനെ തിരിച്ചു തല്ലാറില്ലേ? അപ്പൊ എങ്ങനാ കൊച്ചു മാത്രം തെറ്റുകാരനാവുന്നേ? എന്നെ ഇഷ്ടാന്ന് പറയും. എനിക്ക് വേണ്ടി എന്ത് വേണേലും ചെയ്യാന്നും പറയും. പക്ഷേ എന്റെ ഇച്ചായനെ വേദനിപ്പിക്കല്ലെന്ന് ഞാൻ പറഞ്ഞ കേക്കില്ല. സോ കൊച്ചു റെനിയോട് അടിയുണ്ടാക്കുന്ന നിർത്തിയ അവനോട് ഓക്കെ പറയൂ? വരുന്നുണ്ട്, ടോപ്പിക് മാറ്റ്. ഇന്നാടാ കൂട്ടാപ്പി ലവ് ലെറ്റർ. ശല്യം, കുഞ്ഞി നിർത്തിക്കോ നീ. കേടാ ഫേബി, അതിങ്ങനെ ചുരുട്ടി കളയണ്ട, ഒന്ന് വായിക്കടാ, ക്യൂരിയോസിറ്റി കൊണ്ടാ. ഇന്ന കോട്ട് തൊലക്കേ. കരുളിന്റെ കരുളായ ഫെബിച്ചായന്റെ വായാടി പെണ്ണ്. ഫെബിച്ചായൻ ചിരിച്ചാൽ പോക്കും എന്റെ മുഖം, നോക്കാതെ പോയി തീരും എന്റെ സുഖം. ഭൂമി കറങ്ങും സൂര്യനെ ചുറ്റി, ഞാൻ കറങ്ങും ഫെബിച്ചായനെ ചുറ്റി. ഏത കലയിച്ച് വിട്ടുകളയണ്ട, തപ്പി കണ്ടുപിടി. ഇനിയുണ്ട് വരുന്നത്. കടലിൽ തേയും മനസ്സിൽ ഫിബിയും, പേര് ചോദിച്ചാൽ പറയില്ല ഞാൻ. ഫിബിച്ചായന്റെ പേരിനൊപ്പം ചേരാൻ ജനിച്ചവൾ ഞാൻ. അയ്യോ, അവന്റെ അമ്മൂമ്മയുടെ ഫെബിച്ചാൻ നിർത്തണം മാറി. യോ കൊച്ചു രക്ഷിക്കണം. നിക്കണം അവിടെ. So class, that's all for today. See you tomorrow. എല്ലാവരും ലൈബ്രറി പോകുക കേട്ടോ. കിരൺ ഗോപാൽകൃഷ്, come with me, you naughty boy. യെസ് മിസ്. വല്ല കാര്യമുണ്ടാ? ഇതൊക്കെ എന്ത്? ചേട്ടൻ പോയിട്ട് വരാ. അല്ല, വാ നമുക്ക് പോവാം. എന്ത് കാര്യത്തിന്? എന്റെ കുഞ്ഞു പോയി പഠിച്ചു. കീരി നേരെ അങ്ങോട്ട് വരും. നിന്നെ സേഫ് ആയിട്ട് എത്തിച്ചിട്ട് ഞാൻ പോയിക്കോളാം. എങ്ങോട്ട്? വാട്ട് എ പീസ്ഫുൾ അന്തരീക്ഷം. ഇന്ന് നല്ല ദിവസം തോന്നുന്നു കർത്താവേ. അച്ചോ, ഇത്ര പെട്ടെന്ന് ചതിച്ചോ കർത്താവേ? ഞാനങ്ങ് വരട്ടെ. വേണ്ട, പൊക്കോ. അതെന്ത് ടോക്കച്ചോ, നമ്മളങ്ങനെയാ. അച്ഛൻ 2 ജ്യൂസ് പറ, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. നിനക്ക് ക്ലാസ് ഇല്ലേ കുഞ്ഞെ? ലൈബ്രറി അവറ. എന്നാ പിന്നെ അങ്ങോട്ട് കെട്ടിയെടുത്തൂടായോ? എനക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ അമ്മൂനാടെ കൊണ്ടുവിട്ടിട്ട് ഇങ്ങോട്ട് വന്നു. അതാര്? ഇവ എന്റെ കൂടെ കണ്ടിട്ടില്ലയോ? ഓ, അതിലാ എന്റെ പ്രതീക്ഷ. നശിപ്പിക്കരുത് പ്ലീസ്. ഓ, ആലോചിക്കാം. മക്കള് വന്ന കാര്യം പറ. ഞാൻ ഭയങ്കര സ്ട്രെസ്സിലാന്ന് അച്ചോ. എന്നാ പറ്റിയടി? ഈ സാധനം നിന്നെ കൊണ്ട് മറ്റുള്ളവർക്കാണല്ലോ വരണ്ടേ. ദേ കാരണവരെ, അല്ല അച്ചോ, നല്ല കുട്ടിയായിട്ടിരുന്നേ. ഞാൻ പറയട്ടെ, അലമ്പാക്കല്ലേ. ഓ പറ. ആ കൊച്ചുവിനെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടിയിരിക്കും അച്ചോ. ഞാനും. അല്ലേ, എന്ത് ചെക്കനാത്? വെരി ബാഡ്. യു നോ ഫാദർ, ആ ചെക്കൻ ഇന്നലെ മതില് ചാടി. ഏത് മതിൽ? റെനിന്റെ വീട്ടിലെ. തല മതില് ചാടാനും തുടങ്ങിയോ അവൻ? തല്ലാനല്ല, ശുശ്രൂഷിക്കാൻ. അമ്മൂന. ഓ ശരിയാ, റെനിന്റെ സിസ്റ്റർ ഇവ. ആ ഓക്കെ. അല്ല, ഇവര് തമ്മിൽ ഏത് ട്രാക്ക്? ഞാൻ പറയാ, മനസ്സിൽ വെച്ചാ മതി, ആരോടും പറയണ്ട. ഇല്ലാന്ന് നീ പറ. അതില്ലേ, വൺ വേ ആന്ന്. കുറെ കൊല്ലായി തുടങ്ങിയിട്ട്.
കൊച്ചൂര് അമ്മൂന്ന് പറഞ്ഞ പ്രാന്ത. അയ്യോടി അവന് പ്രേമോ? പോ കൊച്ചെ, തമാശ പറയല്ലേ. സത്യം, ഫാദർ പ്രോമിസ്. ബട്ട് അമ്മു എടുക്കുന്നില്ല. യു നോ വൈ? വൈ? അവളുടെ ഇച്ചായനല്ലേ ഇവൻ ആഴ്ചക്ക് 3 വീതം എടുത്തിട്ട് അടിക്കുന്നേ. യെസ്, ലോജിക്. ആ, അതുകൊണ്ട് അവൻ ഇഷ്ടല്ലാന്നാ അമ്മു പറയുന്നേ. അവളില്ലാണ്ടാണ് ഒരു സെക്കൻഡ് പോലും അവൻ നിക്കത്തൂല. വാട്ട് ഈസ് ദിസ് അച്ചോ? ഉഫ്, കോംപ്ലിക്കേറ്റഡ്. ആ ചെറുക്കൻ എന്തോ ചെയ്യും? അതിനല്ലേ തലക്ക് സുഖൂല. അത് വേണ്ട, അത് വേണ്ട, എന്റെ ചെക്കനെ പറയണ്ട. ബാക്കി പറയും. ആസ് യു നോ, റെനി അമ്മൂനെ അവന്റെ സിസ്റ്ററായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. റെനി സമ്മതിക്കാണ്ട് കൊച്ചുന്റെ കാര്യം നേരാവത്തൂല. ഉയ്യോ, അപ്പൊ എന്നാ ചെയ്യുവടി? കണ്ട അച്ഛന് സ്ട്രെസ് ആയില്ലേ? ഇതാ അച്ഛൻ എന്റെയും പ്രശ്നം. നമ്മൾ എന്ത് ചെയ്യും അച്ചോ? അല്ല, ഇവര് തമ്മിൽ എന്താ ശരിക്കും പ്രശ്നം? ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. എന്താന്ന്? ഇതാണ് രണ്ടും തരുന്ന റിപ്ലൈ. എനിക്കറിയാൻ മേല. ഇതൊക്കെ എന്റെ തലേ തന്നെ വന്നല്ലോ കർത്താവേ. മേ കമിൻ സർ? യെസ്, കം ഇൻ. കെവിൻ സാറേ, ഇരി. എന്തടി? എന്ത്? എന്താ ഇവിടെ? ഞാനും പോളച്ചനും ഫാമിലി മാറ്റർ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ എടുത്തിയ? ഓ ശരിയാ. ഐ ഓൾസോ വാണ്ട് ടു ഡിസ്കസ് വിത്ത് യു ദിസ്. രാത്രി വിളിക്കാം. വേണോന്നില്ല. അച്ചോ, എന്നാ പറ്റി അച്ചോ? ഏയ്, കല്യാണം കഴിക്കാഞ്ഞത് നന്നായി. അല്ല, സാറ് വന്ന കാര്യം പറഞ്ഞില്ല. അത് സാർ, എന്റെ കല്യാണം ആ, ഈ വരുന്ന 28-ന് പള്ളിയിൽ വെച്ചാന്ന് കേട്ട്. കുക്കു വെറ്റ്സ് ജാനു. ഓ സോറി, കെവിൻ ജോർജ് വെറ്റ്സ് ജെനറ്റ്. പാളിയേക്കൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ട് റിസപ്ഷൻ. സാന്നിധ്യമാണ് സമ്മാനം. കുടുംബസമേതം വരണം എന്ന് സ്നേഹത്തോടെ സഹോദരങ്ങൾ ഫെബിൻ ജോർജ്, കെതറിൻ ജോർജ്, ജുവാൻ തോമസ് ആൻഡ് സര ജോൺ. ഞാൻ. സാറിന്റെ കുടുംബം നല്ല ബെസ്റ്റ് കുടുംബം. അല്ല, നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം എന്നാ പറഞ്ഞേ? അത് ഇവരുടെ അമ്മച്ചി മരിയാമ്മ എന്റെ അപ്പന്റെ പെങ്ങളാ. വണ്ടർഫുൾ. അച്ഛൻ കുടുംബസമേതം വരണം. ഓ, ഇനി അതിനും വേണ്ടി ഞാനൊരു കുടുംബം തന്നെ ഉണ്ടാക്കാം. മക്കളങ്ങ് ചെല്ലി. ഓക്കേ, വാ കുക്കു, പോവാ. കൊണ്ടുപോ സാറേ ഇതിനെ. ഒന്ന് പോയി കുമ്പസരിച്ചേക്കാം. കൊറേ കൊച്ചും കീരിയും അമ്മടും കുഞ്ഞിയും കുട്ടാപ്പിയും കുക്കും. ഓ, എന്തൊക്കെ പേരാ അത്. എന്റെ കോളേജ്. അമ്മു, നല്ലോണം നോവുന്നോടി. ആടി, കീരി ഇപ്പൊ വരും. മെഡിസിൻ കഴിച്ച് കുറവില്ലേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അമ്മു, ഇത് കഴിക്കി. വയ്യെങ്കിൽ വീട്ടിൽ പോവാമോ? ഞാൻ കൊണ്ടുവിടാം. പപ്പയും മമ്മിയും വീട്ടിലില്ല. നാളെ വരൂന്നാ പറഞ്ഞ്. അപ്പോ വീട്ടിലാരാ? സെർവൻസ് ഉണ്ടാവും. പിന്നെ ഇച്ചായൻ. നല്ല ആളാ. എന്നാ എന്റെ വീട്ടിൽ പോവാം. വേണ്ട, അത് വേണ്ട. പപ്പയും മമ്മി അറിഞ്ഞ വഴക്ക് പറയും. അവരറിഞ്ഞാലല്ലേ? അവരെത്തുമ്പോഴേക്കും ഞാൻ തിരിച്ചുകൊണ്ട് വിടാം. അത് വേണോ? വേണം. നീ വേറൊന്നും ചിന്തിക്കണ്ട, എന്റെ കൂടെ വന്നാ മതി. ഓക്കെ? അന്ന, ഇച്ചായനോട് ഒന്ന് പറയോ? ഞാൻ പറഞ്ഞോളാം. കീരി, നീ പോയി കെവിൻ സാറിനോട് നമ്മൾ പോവാന്ന് പറഞ്ഞിട്ട് വാ. ഞാൻ പോയി ഇവളുടെ ഇച്ചായനെ കാണട്ടെ. ഓക്കെ. അതെ, ഇവക്ക് വയ്യ. തലവേദനയാ. അതിന് തന്റെ കോട്ടത്തല. എന്റെ പെണ്ണിന്റെ തല എറിഞ്ഞ് പൊളിച്ചതും പോരാ, ഞാൻ കൊണ്ടുപോവാ എന്റെ വീട്ടിലോട്ട്. എങ്ങോട്ടേലും കൊണ്ടുപോ. ആ, പോവുക. സൗകര്യം ഉണ്ടേ നാളെ തിരിച്ചോണ്ട് വിടും. ഇല്ലേ ഞാൻ എന്റെ കൊച്ചുവിനെ കൊണ്ട് കെട്ടിച്ചോളാം. ഇനി മേലെ ഇവളുടെ നേരെ നിന്റെ കൈ പൊങ്ങിയ ഫെബിന പറയുന്നേ ഇത് മാത്രം സഹിക്കല. പടി.
മിണ്ടരുത്. അവന്റെ ഒരു കൈക്കില്ല നീ. കിട്ടിയ അത് 20 തൊട്ടിരുന്നേ കൊന്നേനെ ഞാൻ അവനെ. ഇച്ച കൂൾ, നമുക്ക് കലിപ്പ് വേണ്ട. അത് കൊച്ചുവിന്റെ ഡിപ്പാർട്ട്മെന്റ്. എന്റെ കുട്ടാപ്പി പാവല്ലേ. ഉവ്വ, കൊച്ചു കാണാഞ്ഞത് നന്നായി. ആ പിന്നെ ഞങ്ങള് വീട്ടിലോട്ട് പോവാ. ഇവക്ക് വയ്യ. അവളെ ഞാൻ വീട്ടിലോട്ട് കൂട്ടുക. കൊച്ചു അറിയണ്ട, ലേറ്റ് ആയിട്ട് വന്നാ മതി. ഓക്കെ? അപ്പൊ ഇന്ന് എന്തേലൊക്കെ നടക്കും. ആരയിച്ചായ? ഫെബിയുടെ കാറാന്നല്ലോ, ഇത്ര പെട്ടെന്ന് വന്നോ? ആ കുഞ്ഞിയാന്നല്ലോ. എന്നാടി പെണ്ണെ, ക്ലാസ്സില്ലേ നിനക്ക്? വയ്യാത്തോണ്ട് വന്നതാ. വയ്യേ? എന്നാ പറ്റി കുഞ്ഞി? പനിയുണ്ടോ? ഓ, എനിക്കല്ല എന്റെ അമ്മച്ചി. അമ്മോ, എന്നാ പറ്റിയ എന്റെ കൊച്ചിനെ? ഇത് എന്നാ പറ്റിയേ? അത് ഇന്നലെ പറ്റിയതാ. ഇന്നേക്ക് തലവേദന. എന്നിട്ട് ലീവ് എടുത്ത് റെസ്റ്റ് എടുക്കാണ്ട് കോളേജിൽ പോയല്ലോ. ഹലോ ഹലോ, നിങ്ങളല്ലേ എന്റെ പെണ്ണിനെ ഇവിടെ നിർത്തി ചോദ്യം ചോദിക്കാണ്ട് അകത്തോട്ട് കേറ്റുവോ? അമ്മച്ചിയുടെ കൊച്ചി വാ, മരുന്ന് കഴിച്ച് നല്ലോണം ഉറങ്ങി എണീറ്റാ മതി. ക്രിസ്റ്റി, പോയി ജെസിമോളെ കൂട്ടിക്കൊണ്ടു വാ. അതിനെന്നാ ഇപ്പൊ വിളിക്കാം. ഒരു കാരണം കിട്ടാൻ ഞാൻ കാത്തു നിൽക്കേനു. ജെസി, ജെസി മോളെ, ജെസി മോളെ, ഓ ഇയാള് എന്നതാ? ഇങ്ങോട്ട് വാ പെണ്ണെ. വരിയല്ല, എന്നാത്തിനാ? എന്റെ വീട്ടിൽ പോലും സമാധാനം തരത്തില്ലേ? അപ്പനോട് പറഞ്ഞ് മതിലിന്റെ നീളം കൂട്ടി ഞാൻ നോക്കിക്കോ. മോളെ ജെസി. ആ പറയപ്പച്ച. കുഞ്ഞി ഈവ കൊച്ചിനെയും കൂട്ടി വന്നിട്ടുണ്ട്. ആ കൊച്ചിന് വയ്യെന്ന്. മോളൊന്ന് വന്ന് നോക്കിക്കേ. അയ്യോ ആണോ? ദാ ഇപ്പൊ വരാപ്പാ. കിട്ടു വന്നതിൽ ഇങ്ങനെ കെട്ടണം. ഒരു മതിലിന്റെ അപ്പുറവും ഇപ്പുറം. നിങ്ങളുടെ യോഗ അയച്ചായ വേണമെങ്കിൽ കണ്ണുന്നിലുണ്ടാവുമല്ലോ. ഉണ്ട അടുത്തായോണ്ട് ഇപ്പൊ എന്തിനേതിനും മതിരി കയറത്തുള്ളൂ കുരിപ്പും. ഇച്ചേച്ചി, ഇച്ചേച്ചി മെല്ലെ ഇച്ചേച്ചി. ഇച്ചേച്ചി വേദനിക്കും ഇച്ചേച്ചി. ഇച്ചേച്ചി കുഞ്ഞി. ആ, 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 ബല്ലെ, 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 ബല്ലെ. കഴിഞ്ഞു കഴിഞ്ഞു. എന്റെ അമ്മോ, അവക്കില്ലല്ലോ വേദന. ഇവ വേദന പെട്ടെന്ന് കുറയും കേട്ടോ. ഉറക്കം വരും, ഉറങ്ങിക്കോ. എണീക്കുമ്പോഴേക്കും ഓക്കെ ആവും. കൊഴപ്പില്ലല്ലോടി. ഇല്ല മച്ചി, അവക്ക് മൈഗ്രെയിൻ കൂടെ വന്നതുകൊണ്ടാ. ഉറങ്ങിക്കോട്ടെ. എന്നാ എന്റെ കൊച്ചു ഉറങ്ങിക്കോ. എണീക്കുമ്പോഴേക്കും അമ്മച്ചി സ്പെഷ്യൽ ഉണ്ടാക്കി തരാം കൊച്ചിന്. എന്നാടാ, അമ്മച്ചി ഇവിടെ തന്നെയുണ്ട്. ഉറങ്ങിക്കോ. ഞാൻ പോയി വല്ലോ കഴിച്ചിട്ട് വരാമേ. കണ്ണ് പൂട്ടി എന്നെ സ്വപ്നം കണ്ട് ഉറങ്ങിക്കോ. വേണ്ട, പേടിക്കൂ. എന്നിന്റെ വീട്ടിൽ പോടാ. ഓ ഞാൻ പോന്ന, എനക്കുറങ്ങണം. അമ്മേ, നാളെ കാണാവേ. ഹായ്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സുന്ദരി സുന്ദരി ഒന്നിറങ്ങി വാ. മറിയാമോ, നിന്റെ പുത്രനാഗതനായി. കുഞ്ഞി, കുഞ്ഞി, ഡീ. ഓ മെല്ലെ വിളിച്ചു കൂവടാ. എവിടെ അവളെവിടെ? റൂമിലോട്ട് പോയിട്ടുണ്ട്. 1/2 മണിക്കൂർ ഷോ കഴിഞ്ഞ് പോയതേ ഉള്ളൂ. ഇതിനെ ഞാൻ കുഞ്ഞി
അയ്യോ ഇവ കൊച്ചില്ലേ റൂമില്? ഡീ കാളി ഉറങ്ങുന്നോ? നീ എന്തിനാ ഇന്ന് നേരത്തെ വന്നേ? ഇവ എവിടെ പോയി? ഇന്ന് ഉച്ച തൊട്ട് അവളെ കാണുന്നില്ല, അവളുടെ വീട്ടിലും ഇല്ല. ഭ്രാന്ത് പിടിച്ച് നടക്കുമായിരുന്നു ഞാൻ. കുഞ്ഞി ഡീ എണീക്കടി, മച്ചാതൊക്കെ എണീറ്റോ? ദേ കുഞ്ഞി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ചവിട്ടി താളിടും ഞാൻ. ഡീ ഇവ 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 എനിക്ക് ഇവ കണ്ണുറക്ക്. ഓ എന്നതാടാ കിടന്ന് ബഹളം വെക്കണേ? അവൾ ഉറങ്ങുന്ന നിനക്ക് കാണാൻ വയ്യേ? കുഞ്ഞി ഇവളെന്നാ കണ്ണുറക്കാത്തെ? അവക്ക് വയ്യ, തലവേദനയായിരുന്നു. ഈ ചേച്ചി ഇഞ്ചക്ഷൻ കൊടുത്ത് ഉറക്കിയതാ. ഇവളെന്നാ ഇവിടെ? അവളുടെ വീട്ടിലാരുമില്ല, അതുകൊണ്ട് ഞാനിങ്ങ് കൊണ്ടുപോന്നു. എന്നിട്ട് നീ എന്നാ എന്നോട് പറയാഞ്ഞേ? ഞാൻ ഇവിടെ നോക്കിടി മഹാഭാവി. നീ അറിഞ്ഞിട്ട് എന്നാത്തിനാ? കൂടെ വന്നവക്ക് കാവലിരിക്കാനല്ലേ? ഇറങ്ങി പോടാ, അവള് റെസ്റ്റ് എടുക്കട്ടെ. മെഡിസിൻ എടുത്തതിന്റെ ക്ഷീണത്തിലാ. വാ നമുക്ക് താഴെ പോവാ. ഞാൻ ഇവിടെ ഇരിക്കും. കൊച്ചു നീ 10 മിനിറ്റ്. എന്തേലും കാട്ട്, പറഞ്ഞാ കേക്കത്തില്ലല്ലോ.